അസ്സലാമു അലൈക്കും. മിത്തു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മൾക്ക് സുഖാണ്. എന്നാലും സുഖാണ്. മിച്ചുക്ക് കുറച്ച് മിച്ചുവിന്റെ കുറച്ച് ഒരു ഇതിലാ ഉള്ളത്. എന്റെ മോളെ അവസ്ഥ വളരെ വളരെ പോക്കാണ്. രാത്രി ആകുമ്പോഴേ ഫിക്സ് വരുന്നത് അങ്ങനത്തെ ഉള്ള അവസ്ഥ. അങ്ങനത്തെ ഒരു വിഷമത്തിലാ ഉള്ളത്. ക്യാമറ എടുക്കുമ്പോ ഈ മക്കളെ കൊണ്ട് ഇങ്ങനെ ആടിയത്. മിച്ചു മീൻ പുറത്തുണ്ട്, ആടിന് കളിക്കുക. എന്താ ചെയ്യാ, ഡ്രസ്സിലിട്ട് അലങ്കോലാക്കി വെച്ചിട്ടുള്ള. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടില് ഉമ്മമാന്റെ ആണ്ടാണ്. ഇന്ന് രാവിലെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ വിശേഷം നോക്കിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇപ്പൊ 2 ദിവസമായി ഇപ്പൊ ലോങ് വീഡിയോ ഇടാത്തത്. നിങ്ങളെ ലൈക്ക് വേണം, നിങ്ങളെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യണം. ആദ്യമായിട്ട് വേണ്ടത് ഒരു ഫോണാണ്. ഒരു ഫോണില്ലാണ്ട് ആരേ ചെയ്യില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടിയാകുന്ന, ഒരു ക്ലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ, അതിനുള്ള പൈസ വേണ്ടേ. ഒരു ഫോണ് വേണം, ഒരു നല്ല നല്ല ക്യാമറയില് ക്ലിയർ ഉള്ള ഒരു ഫോണ് വേണം. അപ്പൊ എന്താ ചെയ്യാ, ഇപ്പൊ മോളെങ്കിൽ കാണിക്കാണെങ്കിൽ അതിനൊരു വഴിയില്ല. എന്താ പറയാ, നിങ്ങള് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ താഴത്തെ കുഞ്ഞ് ബെൽബട്ടണും കൂടി അമർത്തിയാലാണ് നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അങ്ങനെ ഇതാ അമീൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ അമീന് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ട അമീന് ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി കൊടുത്തിനെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഓനെ ആദ്യം എന്ത് ചെയ്യാ, എല്ലാവർക്കും മണ്ണാക്കിന വെറുതെ വേഗം ഡ്രസ്സ് ഇട്ട് കൊടുത്തു കേട്ടാ. അമീനെയാണ് ഫസ്റ്റ് ഡ്രസ്സ് മാറ്റി കൊടുത്തത്. എന്നിട്ടാണ് പിന്നെ രണ്ടും വേറെ സജിനും മിച്ചിയെല്ലാം കുളിച്ച് മാറ്റിയത്. ഞാൻ ലാസ്റ്റ് മാറ്റി. അമീനെ ലാസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. എന്താ അമീന ഭയങ്കര ഗൗരവത്തിലാണ് ഗൈസ്. എന്താ നിങ്ങൾ വിളിക്കണ്ടേ എനിക്കറിയില്ല. ഞാൻ കൂട്ടുകാരേന്ന് വിളിക്കുന്നവരറിയില്ലല്ലേ. എനിക്ക് നിങ്ങൾ എന്താ വിളിക്കണ്ടേന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗെയ്സ് മുത്തുമണികളെ എന്താ ഇഷ്ടമെന്ന് അറിയില്ല. കമന്റിലൊന്ന് അഭിപ്രായം പറയണേ. നമ്മുടെ വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കണേ. എന്നാലാ നമുക്ക് ഇനിയുള്ള വീഡിയോ എങ്ങനെ എന്തൊക്കെയാണെന്നത് മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് ഗെയ്സ് പിന്നെ നമ്മളിപ്പോൾ പോവാനൊരുങ്ങിയാണ്. ഒരുങ്ങിയിരുന്നു. ഇനി ഇവിടുന്ന് ഇറങ്ങിയേ വേണ്ടു. കൂടി മാറ്റിയാലാതെ നമുക്ക് പോവാൻ കഴിയൂ. പിന്നെ സജി അവരോട് എന്റെ വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്യാന്. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമ്മളെ വീട് മറക്കരുത്. എന്താ ഗേസ് എന്റെ വേഗലൊന്നും ഇതാ അമീന് വലിച്ചു കൊണ്ടായിരുന്നുണ്ട്. കണ്ടാ അമീന്റെ പരിപാടി കണ്ടാ. മിന്നൂനെ കണ്ടാ ഗേസ്, മിന്നൂന കണ്ടാ ഭയങ്കര. അങ്ങനെ ഗേസ് നമ്മളൊന്ന് പുറപ്പെട്ട് അവിടുത്തെ എന്തെങ്കിലും വിശേഷം കാണാൻ പറ്റിയ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഇതാ വീടിന്ന് ഇറങ്ങി വീടെല്ലാം കൂട്ടി ചെരുപ്പിട്ടോട്ടാ മീനെ ചെരുപ്പിട്ടോട്ട്. അങ്ങനെ നമ്മളിതാ പുറപ്പെട്ടു. ഇറങ്ങുമോനെ എടുക്കണോ എടുക്കാൻ പോലോ. അങ്ങനെ നമ്മൾ പോയിട്ട് വരാം. അവിടുന്ന് എടുക്കാൻ കഴിയെങ്കിൽ ഞാൻ എടുക്കും. ഉറപ്പ് പറയാൻ കഴിയില്ല ഗേസ്. എടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ എടുക്കും. അല്ല സൈതി ചെരുപ്പ് കയറി വാങ്ങിക്കൊടുക്കുന്ന എല്ലാം പൊട്ടിച്ച് കളയും. പൊട്ടിയതാണല്ലേ. അങ്ങനെ ഇതാ ഞാൻ ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്തത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി.
അങ്ങനെ അതാ ചിക്കൻ പൊരിക്കുന്നു. ഞാൻ വരുമ്പോഴത്തേക്കിന് എൻ്റെ പകുതി ആയിന്. അവർ മസാല എല്ലാം ആക്കി ഇതാ അടുപ്പത്തുണ്ട്. മസാല വെന്തുകൊണ്ടിരിക്കുന്നു. കാണുന്നില്ലേ നിങ്ങൾ? എൻ്റെ പെങ്ങന്മാരും 2 ഏട്ടന്മാരുടെ ഭാര്യയെല്ലാം ഉണ്ട്. അപ്പം അവരെല്ലാം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കിനെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ്. അപ്പം എനിക്കൊരു പണിയും ഉണ്ടായിട്ടില്ല അവിടെ. മക്കളെല്ലാം കൊണ്ടാക്കി വരാം. പിന്നെ ഇതാ നമ്മളിക്ക നാസ്ത കഴിക്കുന്നു. ചായൻ്റെ കടിയും ചായയെല്ലാം ആക്കി വെച്ചിന്. അപ്പോൾ നമ്മൾ ചായയെല്ലാം കുടിച്ച് അവിടുന്ന് നാസ്തയൊന്നും കഴിക്കാണ്ട് വന്നിന്. അപ്പോൾ ഉപ്പു അവിടുന്ന് നാസ്തയെല്ലാം കഴിക്കുന്നുണ്ട്, നല്ലോണം അടിക്കുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഇത് തൈര് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പണി ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കലാന്ന്. അവിടെ ഒന്നും പണി ഉണ്ടായിട്ടില്ല. അവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പണിയും ഉണ്ടായിട്ടില്ല. ഇതാ ചിക്കൻ പൊരിക്കുന്നു. ഏട്ടൻ്റെ ഭാര്യ ചിക്കൻ പൊരിക്കുന്നു. ഞങ്ങളവിടെ ബിരിയാണി ഉണ്ടാക്കുന്നു. ഇതാ മസാലയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ചോറിന് വേണ്ടിയിട്ട് അതിൻ്റെ വഴിക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെല്ലാം അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ ഇതാ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഉള്ളി മുറിക്കുന്നുണ്ട് ബീഫ് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളി മുറിച്ച് മസാല ഒരു ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ്റെ മസാല റെഡിയായി. ചിക്കൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡിയായി. എൻ്റെ മിച്ചുമോളും സരിമോളെല്ലാം ഇവിടെ ഉണ്ട്. ബാപ്പാൻ്റെ വീട്ടിലാണ് ഉള്ളത്. എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ കാണിക്കുന്നുള്ളൂ. ഇവര് വല്ലാത്ത എന്താ പറയാ എൻ്റെ മിച്ചുമോള് വല്ലാത്ത എന്നോട് ഇടങ്ങാറാക്കിയത്. മിസ്സിരി ഇതാ ഇവിടെ ബ്രഷ് ആരുടെ ബ്രഷ് ഇട്ട് അയക്കോ. അമീ 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 അമീനെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഇതാ പിന്നെ മസാലയിൽ ഇട്ട് ദമ്മിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ നമ്മളെ ചോറ് ഇതാ റെഡിയാവാൻ പോകുന്നു. എല്ലാം റെഡി ആയിന്. ദമ്മിലിട്ടാൽ കുറച്ച് ദമ്മിലിട്ടാൽ ചോറാവും. അപ്പോൾ അങ്ങനെ ചോറിതാ റെഡിയാവാൻ പോകുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ. നമ്മളെ വീഡിയോ നിങ്ങൾ പകുതി കിട്ടിയിട്ട് പോകരുത്. നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് നിങ്ങൾ അറിയിക്കണം. നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അങ്ങനെ ഇതാ ചോറ് റെഡിയായി. പിന്നെ യാസീൻ ഉസ്താദ് വന്നിന്. യാസീൻ ഓതുന്നുണ്ട്. അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചത്, ബത്തക്ക, ചോറ്, ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യാസീന് ഒരു ദ്വാരം ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആവർത്തിച്ച് പറയുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഇതാ വീഡിയോ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.